സോ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടൈമറിനെ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ P1.5. ടൈമർ 0 ഈസ് യൂസ് ടു ജനറേറ്റ് ടൈം ഡിലേ. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഈ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? പോർട്ട് 1ൻ്റെ 5th പിന്നിലാണ്. അതുപോലെ യൂസ് ചെയ്യേണ്ട ടൈമർ 0 ആണ്. ജനറേറ്റ് ചെയ്യേണ്ട സ്ക്വയർ വേവിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ 50% ആണ്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതാണ് സ്ക്വയർ വേവെങ്കിൽ ഇതാണ് എൻ്റെ ഓൺ ടൈം, ഇതാണ് എൻ്റെ ഓഫ് ടൈം. അതായത് ഹൈ വരുന്ന ആ ഒരു ഡ്യൂറേഷനാണ് ഓൺ ടൈം എന്ന് പറയുന്നത്, ലോ വരുന്ന ഡ്യൂറേഷനാണ് ഓഫ് ടൈം. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. അപ്പോൾ ഇത് 50% വരണമെങ്കിൽ എന്ത് വേണം? ടി ഓണും ടി ഓഫും ഈക്വൽ ആയിരിക്കണം. അതായത് സ്ക്വയർ വേവിൻ്റെ ഹൈ വരുന്ന ഡ്യൂറേഷനും അതുപോലെ ലോ വരുന്ന ഡ്യൂറേഷനും ഈക്വൽ ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ 50% ഡ്യൂട്ടി സൈക്കിൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സ്ക്വയർ വേവ്, അതായത് ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആകുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ വേവ് പോർട്ട് 1ൻ്റെ 5th പിന്നിൽ ജനറേറ്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടൈമർ പ്രോഗ്രാമിൻ്റെ ഒരു അൽഗോരിതം സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ടി മോഡ് രജിസ്റ്ററിൽ പോയിട്ട് ഏത് ടൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും എന്നും അതുപോലെ തന്നെ ആ ടൈമർ ഏത് മോഡിലാണ് യൂസ് ചെയ്യുന്നതെന്നും പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ടി മോഡ് രജിസ്റ്ററിലാണ്. നമുക്ക് 2 ടൈമേഴ്സാണുള്ളത്, ടൈമർ 0യും അതുപോലെ ടൈമർ 1ഉം. അപ്പോൾ ഓരോ ടൈമറും ആക്ച്വലി 4 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. അപ്പോൾ അത് ഏത് മോഡിലാണ് വേണ്ടതെന്നുള്ളതും അതുപോലെ ഇതിൽ ഏത് ടൈമറാണ് വേണ്ടതെന്നുള്ളതും പ്രോഗ്രാം ചെയ്യേണ്ടതും സെലക്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ടി മോഡ് രജിസ്റ്ററാണ്. സോ ടി മോഡ് രജിസ്റ്റർ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ടൈമർ വാല്യൂ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈമറിൻ്റെ രജിസ്റ്ററിലേക്ക് ടൈമർ വാല്യൂ ലോഡ് ചെയ്യുക. ടൈമർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്സ് ആണ്, 16 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടി എല്ലും ടി എച്ചും. ടി എല്ലും ടി എച്ച് എത്ര ബിറ്റാണ്? 8 ബിറ്റ്സ് വെച്ചിട്ടാണ്. ടി എൽ പ്ലസ് ടി എച്ച് ചേർത്താണ് നമ്മൾ 16 ബിറ്റ് ടൈമർ രജിസ്റ്റർ പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആ ഒരു രജിസ്റ്ററിലേക്ക് ടൈമർ, അതായത് എത്രയാണോ നമ്മൾ ഡിലേ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു വാല്യൂ ലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഡിലേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു വാല്യൂ, സോ അതിലേക്ക് ലോഡ് ചെയ്യുക. അടുത്തെന്താ ചെയ്യേണ്ടത്? അടുത്തത് ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ടൈമർ ഫ്ലാഗ് സെറ്റാകുന്നവരെ നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ടൈമർ ഫ്ലാഗ് സെറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ടൈമർ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആകുന്നത്? സോ ടൈമർ ഓപ്പറേറ്റ് ചെയ്യും, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫൈനലി മാക്സിമം കൗണ്ട് റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും 0യിലേക്ക് റോൾ ബാക്ക് ചെയ്യും. സോ അങ്ങനെ തിരിച്ച് 0യിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുന്നത്? ടൈമർ ഫ്ലാഗ് സെറ്റാകുന്നത്. സോ ടൈമർ ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ടൈമർ ഫ്ലാഗ് ക്ലിയർ ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ് 2ലേക്ക് പോകണം. സോ ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. സോ ഇങ്ങനെയാണ് ടൈമർ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ്. സോ ഇനി പ്രോഗ്രാമിലേക്ക് വരാം. സോ നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ടി മോഡ് രജിസ്റ്റർ ഒരു വാല്യൂ ലോഡ് ചെയ്യുക. ഈ മോഡ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന വാല്യൂ ഡിപ്പെൻസ് ഓൺ എന്തൊക്കെയാണ്? ഏത് ടൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ആ ടൈമർ ഏത് മോഡിലാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇതിലേക്ക് വാല്യൂ വരുന്നത്. ഇപ്പോൾ #01 വരാൻ കാരണം എന്താണ്? നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈമർ 0 ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് മോഡ് 1ലാണ്. സോ അതുകൊണ്ടാണ് മൂവ് ടി മോഡ് #01 എന്ന് പറഞ്ഞ വാല്യൂ ടി മോഡിലേക്ക് ലോഡ് ചെയ്തേക്കുന്നത്. ഇനി എന്താ വേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? ടൈമർ രജിസ്റ്റർ ലോഡ് ചെയ്യുക. അതായത് ടി എൽ ആൻഡ് ടി എച്ച് രണ്ടും കൂടെ ചേർന്നാണ്
ടൈമർ രജിസ്റ്റർ 16 ബിറ്റ് ടൈമർ രജിസ്റ്റർ നമുക്ക് കിട്ടുന്നത്. സോ അതിൽ ടി എല്ലിലേക്കും വാല്യൂ ലോഡ് ചെയ്യുക, ടി എച്ചിലേക്കും വാല്യൂ ലോഡ് ചെയ്യുക. ടി എല്ലിലേക്ക് കൊടുക്കുന്നത് 0FTH ആണ്, ടി എച്ച് 0യിലേക്ക് കൊടുക്കുന്നത് FFH ആണ്. അപ്പോൾ നമ്മൾ ടൈമർ 0 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് TL0യും TH0യും TH0യും എടുത്തിരിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. എന്ത് ചെയ്തു? ടൈമറിൻ്റെ രജിസ്റ്റർ ലോഡ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? സോ ഇനി ആക്ച്വലി ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോർട്ട് 1ൻ്റെ 5th പിന്നിലൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ CPL P1.5, അതായത് പോർട്ട് 1ൻ്റെ 5th പിന്നിലുള്ള വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഹൈ അല്ലെങ്കിൽ ലോ വാല്യൂ ആയിരിക്കും. സപ്പോസ് ഹൈ ആണെന്ന് വിചാരിക്കുക, അതായത് പോർട്ട് 1ൻ്റെ 5th പിന്നിലുള്ള ഇപ്പോഴുള്ള വാല്യൂ ഹൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോംപ്ലിമെൻറ്റ് P1.5 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ലോയിലേക്ക് മാറും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? കോൾ ഡിലേ. ഒരു ഡിലേ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സബ്റൂട്ടീൻ കോൾ ചെയ്യുകയാണ്. സോ ഡിലേ എന്താ ചെയ്യുന്നത്? ഡിലേ ആണ് ആക്ച്വലി ഈ പറയുന്ന ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഡിലേ സെറ്റ് ബിറ്റ് TR0. അപ്പോൾ TR0 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ബിറ്റാണത്. സോ അത് സെറ്റ് ചെയ്യുക, 1 ആക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? അഗെയിൻ JNB TF0 അഗെയിൻ, അതായത് ടൈമർ ഫ്ലോ അത് സെറ്റാകുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സോ സെറ്റാകുന്നില്ലെങ്കിൽ അഗെയിൻ ഈ ഒരു ലൈനിൽ തന്നെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? TF0 എന്ന് പറഞ്ഞ ബിറ്റ് സെറ്റാകുന്നവരെ. TF0 എന്ന് പറഞ്ഞ ബിറ്റ് സെറ്റാകുമ്പോഴേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു നേരത്തെ കൊടുത്ത ആ ഒരു ഡിലേ ജനറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ വൺസ് TF0 സെറ്റായി കഴിഞ്ഞ മീനിങ് എന്താണ്? സോ ഒരു ടൈമറിൻ്റെ കൗണ്ടിങ് കഴിഞ്ഞു. കൗണ്ടിങ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എത്ര ഡിലേ ആണ് ഉദ്ദേശിച്ചത് അത്രയും ഡിലേ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? TR0 ക്ലിയർ ചെയ്യുക. അതായത് ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TR0 1 ആക്കിയത്, അത് ക്ലിയർ ചെയ്യുക. അതുപോലെ TF0 ക്ലിയർ ചെയ്യുക. TF0 എന്താ ക്ലിയർ ചെയ്യുന്നത്? ടൈമർ ഓവർഫ്ലോ ആയതാണ്, ആ ഒരു ബിറ്റ് വീണ്ടും 0 ആക്കുക. സോ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ പോവുക, വീണ്ടും തിരിച്ച് പ്രോഗ്രാമിലേക്ക് പോകും. അതായത് ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ഡിലേയിലേക്ക് പോയത്. സോ ഇനി വരുന്നത് എങ്ങോട്ടായിരിക്കും? ഇവിടുന്ന് നേരെ SJump ഹിയർ എന്ന് പറഞ്ഞ ലൈനിലേക്കായിരിക്കും വരുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് പോകും, അതായത് വീണ്ടും വാല്യൂ ടൈമർ രജിസ്റ്ററിലേക്ക് ലോഡാകും. അത് കഴിഞ്ഞ് വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും. സോ ഒരു ഡിലേ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ച് ടൈം ആ ഡിലേ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അത്രയും സമയത്തേക്ക് ഈ ഒരു ലോ പൊസിഷൻ നിൽക്കും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ലോ വരുന്ന പിന്നിൻ്റെ വാല്യൂ ഹൈ ആവും. പിന്നെ എന്ത് ചെയ്യും? അഗെയിൻ ഡിലേ കോൾ ചെയ്യുകയാണ്. അപ്പോൾ അത്ര സമയത്തേക്ക് ഹൈയിൽ നിൽക്കും. പിന്നെ എന്ത് ചെയ്യും? അഗെയിൻ വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്യും, ഡിലേ കോൾ ചെയ്യും, കോംപ്ലിമെൻറ്റ് ചെയ്യും, ഡിലേ കോൾ ചെയ്യും, കോംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. സോ അങ്ങനെയാണ് ഈ പറയുന്ന സ്ക്വയർ വേവ് ജനറേറ്റ് ആകുന്നത്. അപ്പം ഡിലേ കോൾ ചെയ്യാനും അതുപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ വരുന്നത്. സോ ഇതാണ് എൻ്റെ ഡിലേയുടെ പ്രോഗ്രാം വരുന്നത്. ഡിലേക്കുള്ളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡിലേക്കുള്ളിലാണ് ആക്ച്വലി നമ്മൾ ടൈമർ നമ്മൾ ഓൺ ആക്കുന്നതും അതുപോലെ ടൈമർ ഓഫ് ആക്കുന്നതും. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളാദ്യം
പിന്നിൻ്റെ വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പോർട്ട് 1-ൽ ഫിഫ്ത്ത് പിന്നിലാണ് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡിലേ കോൾ ചെയ്യുന്നു, വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഡിലേ കോൾ ചെയ്യുന്നു, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഡിലേ കോൾ ചെയ്യുന്നു, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഡിലേ കോൾ ചെയ്യുന്നു, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഡിലേ എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുന്ന ഡിലേ എപ്പോഴും സെയിം എമൗണ്ടാണ് ഡിലേ കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 50%, അതായത് ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ വേവ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 50 അല്ല വേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 50 അല്ല വേണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു വേവ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഓഫ് ടൈമാണ് കൂടുതൽ കമ്പയർഡ് ടു ഓൺ ടൈം. അപ്പോൾ ഇങ്ങനൊരു വേവ് ഫോമാണ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡിലേ വേണം, ഇവിടെ വേറൊരു ഡിലേ കൊടുക്കേണ്ടി വരും. സോ 2 സെപ്പറേറ്റ് ഡിലേയുടെ പ്രോഗ്രാം നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് മാറി മാറി കോൾ ചെയ്തിട്ട് വേണം ഈ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ. ഡ്യൂട്ടി സൈക്കിൾ 50% അല്ലെങ്കിൽ. സോ ഇങ്ങനെയാണ് ടൈമർ പ്രോഗ്രാം ചെയ്തിട്ട് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ.